തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം. യുവതിയുടെ മുഖത്ത് ഗുരുതര പരിക്ക്. സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസിനെതിരെയാണ് പരാതി. മോപ്പ് സ്റ്റിക്ക് കൊണ്ട് സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്നാണ് ജൂനിയറായ അഭിഭാഷകയുടെ ആരോപണം. മർദ്ദനം നടത്തിയ സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസിനെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഇത്തരത്തിൽ ഈ ക്രൂരമർദ്ദനം അഴിച്ചുവിടാനിടയായ സാഹചര്യം, അതോടൊപ്പം ഇപ്പോൾ നിലവിൽ ബെയിലിൻ ദാസിനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ. രോഹിണി, രണ്ട് ജൂനിയർ അഭിഭാഷകന്മാർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന് ശേഷമാണ് അതിൽ ആ തർക്കം ഉടലെടുക്കുന്നത്. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് ആദ്യം തുടക്കം ആകുന്നത്. തുടർന്നാണ് ഈ വിഷയത്തിലേക്ക് ഈ മർദ്ദനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഒരു ഏകപക്ഷീയമായ ഒരു നടപടി ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഈ യുവതി പരാതി പറഞ്ഞു. ഈ അഭിഭാഷകനോട്, ബെയിലിൻ ദാസിനോട് പരാതി പറയുന്നു. അതിനുശേഷമാണ് പിന്നീട് തർക്കം ആ തർക്കം മർദ്ദനത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന സാഹചര്യമാണ്. ആദ്യം മോപ്സ്റ്റിക്കാണെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് കൈ ഉപയോഗിച്ച് ക്രൂരമായി പലതവണ മർദ്ദിച്ചു എന്നാണ് യുവതി പരാതിയായി പറയുന്നത്. തുടർന്ന് യുവതി തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ചികിത്സയിൽ പ്രാഥമിക ചികിത്സ എന്ന നിലയിൽ പരിശോധനയിൽ മുഖത്ത് അടിയേറ്റത് ഗുരുതരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അല്പസമയം മുമ്പ് വഞ്ചിയൂർ പോലീസ് എത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള മർദ്ദനമടക്കമുള്ള കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് നാളെ ചികിത്സയ്ക്കായി പോകും. 6 മാസം പ്രായമുള്ള കുട്ടിയുണ്ടെന്നാണ് യുവതി അതിനുശേഷം ഈ ആശുപത്രിയിൽ ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് മുലകുടിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നാളെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു പറയുന്നു. മുഖത്തെ പാട് ഗുരുതരമാണ്. മുഖത്ത് അടിയേറ്റ ക്ഷതം ഗുരുതരമായിട്ടുണ്ട് തന്നെ. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഗുരുതരമായ രീതിയിൽ മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ബാർ അസോസിയേഷനും ഈ വിഷയത്തിൽ ഇടപെട്ടു. ബാർ അസോസിയേഷൻ പ്രാഥമിക നടപടി എന്ന നിലയിൽ ബെയിലിൻ ദാസിനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടി സ്വീകരിക്കും. ഈ അഭിഭാഷകയോടൊപ്പം തന്നെ ഏത് വിധത്തിലുള്ള നിയമസഹായം വേണമെങ്കിലും നൽകാമെന്ന് പറയുകയും അഭിഭാഷകരോടൊപ്പം നിൽക്കാമെന്ന് ബാർ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ അത്യപൂർവമായി നടക്കുന്ന സംഭവമെന്നാണ് ഈ വനിതാ കമ്മീഷൻ പറയുന്നത്. അതായത് നിയമം നടപ്പിലാക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ ആ നിയമസഭയുമായ സംബന്ധം നടക്കുന്ന സ്ഥലത്ത് ഒരു വനിതയ്ക്ക് മർദ്ദനമേൽക്കുന്നത് അത് ഗുരുതരമായ തെറ്റാണ്. കേരളത്തിൽ തന്നെ അത്യപൂർവമായി കേൾക്കുന്ന സംഭവമാണ് ഇത്തരത്തിൽ വനിതയ്ക്ക് നേരെ, അതും വനിതാ അഭിഭാഷകയ്ക്ക് നേരെ ഗുരുതരമായ രീതിയിൽ ഒരു സീനിയർ അഭിഭാഷകൻ മർദ്ദനമഴിച്ച് ഇടുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. യുവതി നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകും. രണ്ട് യുവ അഭിഭാഷകന്മാർ തമ്മിലുണ്ടായ ആ തർക്കമാണ് തുടർന്ന് പിന്നീട് സീനിയർ അഭിഭാഷകന്റെ മുന്നിലെത്തുകയും അതിൽ സീനിയർ അഭിഭാഷകൻ പക്ഷം ചേർന്ന് സംസാരിച്ചു എന്ന കാര്യം ആരോപിച്ചുകൊണ്ട് ഈ ബെയിലിൻ ദാസിനോട് യുവതി സംസാരിക്കുന്നുണ്ട്. പക്ഷം ചേർന്ന് സംസാരിച്ചു എന്ന് പരാതിയുമായി പറയാൻ എത്തിയപ്പോൾ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ യുവതി ഇതിൽ പരാതിയായി പറയുന്നത്. നേരത്തെയും സമാനമായ രീതിയിലുണ്ടായത്. അതായത് കുറച്ചുനാൾ മുമ്പ് ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന യുവ അഭിഭാഷക തുടർന്ന് പിന്നീട് വീണ്ടും ഈ വക്കീൽ ഓഫീസിൽ ജോയിൻ ചെയ്തതിനു ശേഷം അവരുമായി ബന്ധപ്പെട്ട കേസുകൾ തമ്മിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഈ രണ്ട് അഭിഭാഷകന്മാർ തമ്മിലുണ്ടായത്. കാരണം ഒരാൾക്ക് മാത്രം കേസുകൾ കൊടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കാനാണ് സാധ്യത. അങ്ങനെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങൾ പിന്നീട് തർക്കത്തിലെത്തുകയും അതിനുശേഷം ഈ മർദ്ദനമേറ്റ അഭിഭാഷകയോട് 2 ദിവസം മുമ്പ് ഇവിടേക്ക് ഓഫീസിൽ വരണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. തുടർന്ന് വീണ്ടും അഭിഭാഷകൻ വിളിച്ചു ക്ഷമ പറയുന്നുണ്ട്. ഇത്തരത്തിൽ സംസാരിച്ചതിൽ ക്ഷമ പറയുന്നു. പിന്നീട് ഈ ജോലിയിൽ പ്രവേശിക്കാൻ പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജോലിയിൽ പ്രവേശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീണ്ടും ഈ യുവ അഭിഭാഷകർ തമ്മിലുള്ള തർക്കമുണ്ടാകുകയും അത് പിന്നീട് ആ വിഷയത്തിൽ ഒരു ഇടപെടൽ സീനിയർ അഭിഭാഷകൻ എന്ന നിലയിൽ ബെയിലിൻ ദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മാത്രമല്ല മറ്റൊരു അഭിഭാഷകരുടെ പക്ഷം ചേർന്ന് സംസാരിച്ചതിൽ തെറ്റായിപ്പോയെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സൂചിപ്പിക്കാൻ എത്തിയപ്പോഴാണ് വീണ്ടും ഈ അഭിഭാഷകൻ തന്നെ മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ യുവതി പറയുന്നത്. എന്തായാലും നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുമെന്നാണ് യുവതി അറിയിച്ചിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം പുറത്തു വന്നപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചത്. പ്രശാന്ത് വ്യക്തമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.